ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ആൻഡ് എ വെരി ഗുഡ് മോർണിംഗ്. ഓരോ സുപ്രഭാതവും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന മറ്റൊരു അവസരമാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ ഇന്ന് നമുക്ക് മാത്തമാറ്റിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പീഡ് ആൻഡ് ടൈം അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? യെസ്, അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും അതിൻ്റെ ബേസിക്സ് എല്ലാം മനസ്സിലാക്കിയവരാണ്. അപ്പോൾ നമുക്കിന്ന് ചോദ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ചുറുചുറുക്കോടെ ഓരോ ചോദ്യങ്ങളെയും ചോദ്യ ശരങ്ങളെ ഏറ്റവും മനോഹരമായി ലക്ഷ്യസ്ഥാനത്ത് അടിച്ചു വീഴ്ത്തുമെന്നോണം ഉത്തരം പറയാനായിട്ട് റെഡി ആയിക്കോ. അപ്പോൾ ദാ എല്ലാവരും പോലെ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി ഹാപ്പി അല്ലേ, റെഡി അല്ലേ? അടിപൊളി ഡേ ആവട്ടെ കേട്ടോ. അപ്പോൾ ദാ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 മീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു കാറ് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ കാറിനെ പറ്റിയിട്ടുള്ള വേഗതയെ പറ്റിയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 3 മണിക്കൂറിൽ ആ കാറ് സഞ്ചരിച്ച് 180 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ടൈമും തന്നിട്ടുണ്ട്, സഞ്ചരിച്ച ദൂരവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും. അതായത് 180/3 60 എന്ന് പറയാനായിട്ട് പറ്റും. അത്രയും കിലോമീറ്റർ പെർ അവർ. ഒരു ചോദ്യം ടൈം ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കേണ്ടത് എല്ലാ യൂണിറ്റും സെയിം ആണോ? മണിക്കൂർ, കിലോമീറ്റർ. അപ്പോൾ ഇവിടെയും കിലോമീറ്റർ, അപ്പോൾ ഇവിടെയും മണിക്കൂർ തന്നെയാണ് ഓപ്ഷനിൽ എല്ലായിടത്തും ഉള്ളത്. ഓക്കെ ആണല്ലോ. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരു കാർ 3 മണിക്കൂർ കൊണ്ട് 180 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ അതിൻ്റെ സ്പീഡ്, വേഗത എന്ന് പറയുന്നത് ആകെ ദൂരം ബൈ ആകെ സമയമാണ്. 180/3 ആയിട്ടുള്ള 60 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ തന്നെ 110 കിലോമീറ്റർ കവർ ചെയ്യാൻ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഇതേ കാറിന് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, വേഗത രണ്ട് കേസിലും തുല്യമാണ്. ഇതാണ് നമ്മുടെ ലൂപ്പ് ഹോള്. അല്ലാതെ കാറ് ആദ്യത്തെ 150 കിലോമീറ്റർ സഞ്ചരിച്ചത് 60 കിലോമീറ്ററിൽ, ഇനി അടുത്ത 110 സഞ്ചരിക്കാൻ പോകുന്ന മറ്റൊരു വേഗതയിലാണെങ്കിൽ ഇവിടെ അത് വിലപ്പോവില്ല. അതുകൊണ്ട് ചോദ്യത്തിന്റെ നെടുന്തൂൺ അതേ വേഗത, ഒരേ വേഗത എന്നുള്ളതാണ്. അപ്പൊ വേഗത മാറുന്നില്ല. ക്ലിയർ ആണേടാ? ശരി, ഇനി നമ്മുടെ ആശയത്തിലേക്ക് വന്ന് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? രണ്ടാമത്തെ കേസിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ എന്നുണ്ട്. ഇനി ആകെ ഇത് സഞ്ചരിക്കാൻ പോകുന്ന ദൂരം 110 കിലോമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം, നമുക്ക് സമയമല്ലേ കണ്ടുപിടിക്കേണ്ടത്? സമയം എന്ന് പറയുന്നത് എന്താണ്? ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആ സ്പീഡ് എന്നതാണ്. ആകെ സഞ്ചരിച്ച ദൂരം ബൈ സ്പീഡ് എന്നതാണ് സമയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ എത്രയാണ് വരുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 110 കിലോമീറ്റർ ആണ്. ബൈ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. ഇതും കൂടെ വെട്ടിക്കളയാനായിട്ട് സാധിക്കും. 11/6 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു തവണ 6 5 എന്ന് വരും. അതായത് 1/5/6. അതായത് 1/5/6 മണിക്കൂർ എന്ന് വരും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5/6 മണിക്കൂർ, 5/6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണെന്ന് അറിയണം. മണിക്കൂറിനെ മിനിറ്റിലേക്കാക്കാൻ ഇൻറ്റു 60 ചെയ്താൽ മതി. മണിക്കൂറിനെ മിനിറ്റിലേക്കാക്കാൻ ഇൻറ്റു 60 ചെയ്താൽ മതി. അപ്പൊ 5/6 ഇൻറ്റു 60 ചെയ്യുമ്പോൾ ഈ 6ഉം ഈ 60ഉം വെട്ടുന്നു, 10 എന്ന് വരുന്നു. 5 ഗുണം 10 എന്ന് പറഞ്ഞാൽ 50 എന്ന് വരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 1 മണിക്കൂറും 5/6 എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ് എന്നാണ്. 1 മണിക്കൂറും 50 മിനിറ്റും. അങ്ങനെ നമ്മുടെ ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 1 മണിക്കൂറും 50 മിനിറ്റും എന്നതാണ്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? വളരെ മനോഹരമായിട്ട് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് ആദ്യം ചെയ്തത്? തന്നിരിക്കുന്ന കാര്യം വെച്ച് അതിന്റെ സ്പീഡ് മനസ്സിലാക്കി. അതേ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് 110 കിലോമീറ്റർ ഈ കാറ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ സമയം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ആകെ ദൂരം ബൈ ആകെ സമയം. ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ച് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. സ്പീഡ് എന്നാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി ടൈം എന്നാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി ഡിസ്റ്റൻസ് എന്നാൽ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ ബേസിക്സ് വെച്ചിട്ട് നമ്മൾ ഈ സാധനം പറഞ്ഞതാണ്. അത് വെച്ചിട്ട് ക്ലിയർ ആക്കുക. 61/2024 കാറ്റഗറി നമ്പർ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 47/2024. T സെക്കൻഡിൽ. ഇത് ആ വർഷം റദ്ദാക്കിയ ഒരു ചോദ്യമാണ്. പക്ഷേ
ഇവിടെ റദ്ദാക്കിയതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്. പക്ഷേ ഒരാളുടെ ഒരു അപാകത കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത്. ടി സെക്കൻഡിൽ ഒരു കാറ് സഞ്ചരിക്കുന്ന ദൂരം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ്? ഡി. അതായത് ടി എന്ന സെക്കൻഡിൽ കാറ് സഞ്ചരിക്കുന്ന ദൂരം 4 × t² - 3 ആണ്. ഓക്കെ ആണല്ലോ. രാവിലെ 9 മണിക്ക് കാറ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കാറ് സ്റ്റാർട്ട് ചെയ്ത് എത്ര മണിക്കാണെടാ? 9 മണി. രാവിലെ 9 മണിക്ക് കാറ് സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM-നും 9:03 AM-നും ഇടയിൽ കാറ് സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഈ ചോദ്യം റദ്ദാക്കാനുള്ള ഒരേ ഒരു കാരണക്കാരൻ ദാ ഈ സെക്കൻഡ് എന്നതാണ്. ഈ സെക്കൻഡ് ആയിരുന്നു പ്രശ്നം. ഇവനെ സെക്കൻഡിന് പകരം മിനിറ്റ് എന്ന് തന്നിരുന്നെങ്കിൽ ഇവിടെ ആവശ്യം കൃത്യമായിട്ട് നടന്നേനെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, കാറ് ഇവിടെ 9 മണിക്ക് യാത്ര തിരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 9:02 ആകുമ്പോൾ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ കാറ് ഒരു പ്രത്യേക പൊസിഷനിലെത്തുന്നു. അത് കഴിഞ്ഞ് 9:03 ആകുമ്പോൾ കാർ ദാ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ദാ നോക്കുക, 9 മണിക്ക് കാറ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ദാ ഇതാണ്. എന്ത്? ഈ 9:02 AM-നും 9:03 AM-നും ഇടയിൽ കാറ് സഞ്ചരിച്ച ദൂരം എനിക്കറിയാവുന്നത്. ഇവിടെ t തുടക്കം സമയം, അതായത് t 0 ആകുമ്പോൾ, 0 എന്ന് പറയുമ്പോൾ ടൈം 0 എന്നല്ല, അതായത് ആരംഭിക്കുന്ന, ഇപ്പൊ ഞാൻ നോക്കിയേ, ഇപ്പൊ സമയം എത്രയായി നോക്കിക്കേ നിങ്ങൾ, ഒരു 5 മണി സമയം അല്ലെ. 5 മണിക്ക് ഞാൻ തുടങ്ങുന്നു. 5 മണി മുതൽ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 5 മണി ഞാൻ ആദ്യം 5 മണി എന്ന് പറയുന്നത് എന്റെ തുടങ്ങുന്ന സമയമാണ്. തുടങ്ങുന്ന സമയം 0. അവിടെ നിന്ന് അങ്ങോട്ട് അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 5 മണിന്ന് 5:30 ആകുമെന്നാണ് പറയുന്നത്. പക്ഷേ ആ ടൈം ഇന്റർവെല് അരമണിക്കൂറാണ്. അപ്പൊ നോക്കിക്കേ, ഈ 9 മുതൽ 9:02 വരെ എത്ര സമയമുണ്ട്? 2 മിനിറ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം ദാ നോക്കിക്കോ. അടുത്ത കാര്യം, ഇനി 9 മുതൽ 9:03 വരെ എത്ര സമയമുണ്ട്? 3 മിനിറ്റ് ഉണ്ട്. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ ചോദ്യം റദ്ദാക്കപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഇതിന്റെ ഉത്തരം നമുക്ക് മിനിറ്റിൽ തന്നിരുന്നെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. 9 മുതൽ 9:02 വരെ ഈ കാറ് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ അതായത് എത്രയാണ്? t ഈ ഒരു ടൈമിൽ സമയം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്. 2 മിനിറ്റിൽ കാറ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഈ ടിയുടെ അവിടെ, അതായത് ടി എന്ന് പറയുന്ന സമയം കൊണ്ട്, ടി എന്ന് പറയുന്ന സമയത്തിൽ കാറ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 4 × t² - 3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യ 2 മിനിറ്റിൽ കാറ് സഞ്ചരിച്ച ദൂരം എത്രയാണ്? 4 × 2 സ്ക്വയർ - 3 എന്ന് പറഞ്ഞാൽ 4 × 4 - 3 എന്ന് വെച്ചാൽ 16 - 3 = 13 എന്ന് വരും. അതായത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കാറ് 9:02 ആകുമ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 13 ആണ്. 13. ഇവിടെ വേറെ യൂണിറ്റ് ഒന്നും പറയുന്നില്ല അല്ലെ. d = 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ അപ്പൊ വേറെ ഒന്നും പറയുന്നില്ല. 13 കിലോമീറ്ററോ മീറ്ററോ എന്തുമായിക്കട്ടെ, 13 യൂണിറ്റ് അത് സഞ്ചരിച്ചു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് d2 എന്ന് പറയുന്നത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കാറ് 9:03 ആകുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? അപ്പൊ സമയം എത്രയാണ്? 3 മിനിറ്റ് എടുത്തു. 9 മണി മുതൽ 9:03 വരെ 3 മിനിറ്റ്. തുടക്കം മുതൽ 9 മണിക്ക് തുടങ്ങി, അപ്പൊ 9:03 ആകുമ്പോഴേ 3 മിനിറ്റ് കൊണ്ട് കാർ എന്തൊരു ദൂരം സഞ്ചരിച്ചു. അത് കാണാൻ വേണ്ടി ഈ ടിയുടെ അവിടെ 3 ഇട്ട് കൊടുത്താൽ മതി. 4 × 3 സ്ക്വയർ - 3, അതായത് 4 × 9 - 3 36 - 3 എന്ന് വരും. 33 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെയാണോ ഉള്ളത് അതാ നിങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടൊന്ന് നോക്കിക്കേ. ഇപ്പൊ ദാ ഇവിടം മുതൽ ഇവിടം വരെ കാറ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 13 ആണ്. ഇനി ഇവിടം മുതൽ ഇവിടം വരെ കാറ് സഞ്ചരിച്ച ദൂരം, അതായത് ഞാൻ ദാ ഇവിടെ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുകയാണേ. ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. അപ്പൊ ക്ലിയർ ആയിക്കോളും. ഇത് 9 മണി, ഇത് 9:02, ഇത് 9:03. ഓക്കെ ആണല്ലോ. 9 മുതൽ 9:02 വരെ കാറ് സഞ്ചരിച്ച ദൂരം 13 യൂണിറ്റ് ആണ്. ഇനി 9 മുതൽ 9:03 വരെ കാറ് സഞ്ചരിച്ച ദൂരം 33 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ദൂരം കാണാൻ വേണ്ടി ഈ ദൂരത്തിൽ നിന്നും ഈ 13 കുറച്ചാൽ മതി. 33-ൽ നിന്നും 13 കുറച്ച് 20 യൂണിറ്റ് എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി എന്നായിരുന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരമുണ്ട്, എനിക്കറിയാം. ദാ ഇവിടെ എന്ത് ചെയ്യും? 9:03-ൽ നിന്നും, അതായത് 9:02 മുതൽ 9:03 വരെ കാർ സഞ്ചരിച്ച ദൂരം കാണാൻ വേണ്ടി ആ സമയം എന്ന് പറയുന്നത് എത്രയാണ്? 9:02-ൽ നിന്നും 9:03 9:02 കുറച്ചു എത്ര? 1 മിനിറ്റ് എന്ന് കിട്ടി. 1 മിനിറ്റ് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 4 × 1 സ്ക്വയർ - 3, 4 × 4 - 3
1 എന്ന് കിട്ടും. അങ്ങനെയല്ല, ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കാറ്, അത് വെച്ചിട്ടാണ് ഈ സാധനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ നേരെ ഈ സമയം, ഇതിന്റെ ഇടയിലുള്ള സമയം വെച്ചിട്ടല്ല, ഈ തുടക്കത്തിൽ നിന്നുള്ള സമയം കാൽക്കുലേഷൻ ആണ് വരുന്നത്. ടി സെക്കൻഡിൽ ഒരു കാറ് സഞ്ചരിക്കുന്ന ദൂരം 4t² - 3. അപ്പോൾ 9 മണി മുതൽ 9:02 വരെയുള്ള സമയം എപ്പോഴും തുടക്കത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താണ് ആ സാധനം എടുക്കുന്നത്. 20 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഇത്തരം അതായത് ക്ലാരിറ്റി ഇല്ലാത്ത ചോദ്യങ്ങൾ PSC ഈയിടെയായി മാറ്റുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ റദ്ദാക്കുന്ന ഒരു സാധനം മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഒരിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന സാധനമാണിത്, ഒരു ഹയർ ലെവലിലേക്ക് വരുന്ന ഒരു സാധനമാണിത്. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഇങ്ങനെ ചിന്തിക്കണമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം പിടിച്ചോ. ഒരു യാത്രയിൽ കാറ് ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിന്റെ ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാറിന്റെ ശരാശരി വേഗത. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇവിടെ എന്താണ്? സമയം വ്യത്യസ്തമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? വ്യത്യസ്ത ടൈമുകളാണ്. എന്താണ്? ഒരു കാറ് ആദ്യത്തെ 3 മണിക്കൂറിൽ സഞ്ചരിച്ച വേഗതയും രണ്ടാമത്തെ ശേഷിക്കുന്ന പിന്നെയുള്ള 5 മണിക്കൂറിൽ സഞ്ചരിച്ച വേഗതയും തന്നിരിക്കുന്നു. വ്യത്യസ്ത സമയം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താണ്? ആദ്യത്തെ 3 മണിക്കൂറിൽ കാറ് സഞ്ചരിച്ച T1 = 3 മണിക്കൂർ. ഇനി അപ്പോൾ ഉണ്ടാകുന്ന സ്പീഡ് എത്രയാണടാ? 40 km/h ആണ്. ഈ 3 മണിക്കൂർ 40 km/h കൊണ്ട് ഈ കാറ് സഞ്ചരിച്ച ദൂരം ഞാൻ D1 എന്ന് എടുക്കുന്നു. അതെന്താണ്? S1 × T1 അല്ലേ? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ എന്ത് വരും? 40 × 3 120 എന്ന് വരും. അത്രയും കിലോമീറ്റർ ഈ കാർ സഞ്ചരിച്ചു ആദ്യത്തെ 3 മണിക്കൂർ. ഇനി അടുത്ത സമയം, അടുത്ത 5 മണിക്കൂറിൽ ഈ കാർ എടുത്ത സ്പീഡ് എന്ന് പറയുന്നത് 48 km/h ആണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ കാർ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് S2 × T2 ആണ്. S2 എന്ന് പറയുന്നത് എത്രയാണടാ? 48 × T2 എന്ന് പറയുന്നത് എത്രയാണടാ? 5. 48 × 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് 40 + 8 × 5. 40 × 5 എത്ര വരും? 40 × 5 200 വരും. 5 40 വരും. 200 40 240 കിലോമീറ്റർ എന്ന് വരും. അപ്പോൾ ഈ കാർ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഈ രണ്ട് ദൂരത്തിന്റെയും തുകയാണ്. എത്ര എന്ന് വരും? 120ഉം 240ഉം കൂടെ ചേർന്ന് 360 കിലോമീറ്റർ ആണ് ഈ കാർ ആകെ സഞ്ചരിച്ചത്. ഓക്കെ ആണെടാ? ഈ കാറ് ആകെ സഞ്ചരിച്ച ദൂരം, ശരാശരി വേഗത എന്ന് പറയുന്നത് ആകെ ദൂരം ബൈ ആകെ സമയമാണ്. അപ്പൊ ഈ കാറ് ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 360 കിലോമീറ്റർ. ഇനി ആകെ സമയം എന്ന് പറയുന്നത് ഇത് എത്ര സമയം സഞ്ചരിച്ചു? ഒരു 3 മണിക്കൂറും ഒരു 5 മണിക്കൂറും, അങ്ങനെ 8 മണിക്കൂർ. അപ്പൊ ആകെ ശരാശരി ദൂരം അല്ല ശരാശരി വേഗത എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്കുക, ആകെ ദൂരമായ 360 ബൈ ആകെ സമയമായ 8. നമുക്കറിയാം സ്പീഡ് എന്ന് പറയാൻ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? 360 ബൈ 8 എന്ന് വരും. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 45 എന്ന് വരും. 45 km/h. അതായത് ഈ കാറിന്റെ ശരാശരി വേഗത എന്ന് പറയുന്നത് 45 km/h ആണ് എന്നുള്ളത് വരും. ഓക്കെ ആണല്ലോ? ഈ നേരെ എടുത്ത് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 40ഉം 48ഉം രണ്ട് സ്പീഡുകൾ തന്നിരിക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 88. 88ന്റെ പകുതി എടുക്കുമ്പോൾ 44 km/h എന്ന് ചിന്തിക്കരുത്. ഇവിടെ എന്താണ്? ആകെ ദൂരം ബൈ ആകെ സമയം. കാരണം ഈ രണ്ട് വ്യത്യസ്ത വേഗതയിലും ഇത് സഞ്ചരിച്ച ദൂരങ്ങൾ എന്താണ്? വ്യത്യസ്തമാണ്. ദൂരങ്ങൾ വ്യത്യസ്തമാണ്. ഈ സ്പീഡ് വെച്ച് കണക്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. 45 km/h എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്താണ്? ഒരേ ദൂരം വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോഴാണ് എന്ത്? S1 × S2 ബൈ S1 + S2 എന്നുള്ളത് ശരാശരി വേഗത ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ 3 മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരം 120. ഇനി 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 240 കിലോമീറ്റർ. രണ്ടും വ്യത്യസ്ത ദൂരങ്ങളാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഷോർട്ട് കട്ട് മാത്രം പഠിച്ചാൽ രക്ഷപ്പെടില്ല എന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണമാണ് കാറ്റഗറി നമ്പർ 66/2024 ചോദിച്ച ഈ ചോദ്യം. സെറ്റ് ആണേടാ? ക്ലിയർ ആണ്? എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് മനസ്സിലായല്ലോ? എപ്പോഴാണ് ഷോർട്ട് കട്ട് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടാത്തത് എന്നുള്ള വെളിവും കൂടെ നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ബസ്സിന്റെ വേഗത
52 കിലോമീറ്റർ പെർ മണിക്കൂറായാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ലളിതമായിട്ടൊരു ചോദ്യമാണ്. 57/2024 10th ലെവലിൽ വന്നൊരു ചോദ്യമാണ് കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ. എന്താണ് സ്പീഡ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ പറയുന്ന യൂണിറ്റ് എല്ലാം സെയിം ആണോ. സന്തോഷം, യൂണിറ്റ് എല്ലാം സെയിം ആണ്. ഇവിടെ ഓപ്ഷനിലെല്ലാം കിലോമീറ്റർ ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണടാ? 52 കിലോമീറ്റർ പെർ അവർ എന്നതാണ്. ഇവിടെ ടൈം എത്രയാണടാ? 6 മണിക്കൂർ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 52 × 6 എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? 52 × 6. നിങ്ങളെ മനസ്സിൽ കാണേണ്ടത് ഇങ്ങനെയാണ്. 50 + 2 × 6 എന്ന് കാണുക. 50 × 6 എന്ന് പറഞ്ഞാൽ 300 എന്ന് വരും. 300 + 2 × 6 12 312 കിലോമീറ്റർ എന്ന് വരും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണേടാ? എന്താണ് ചെയ്തതെന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് മനസ്സിലായി. തൊട്ട് മുമ്പത്തെ ചോദ്യം ക്ലിയർ ആണല്ലോ. അത് മനസ്സിലായ സന്തോഷത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പമുള്ള ചോദ്യം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വീട്ടിൽ നിന്നും രാമു 3 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 കിലോമീറ്റർ പെർ വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും. എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂള് എത്ര അകലെയാണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ സഞ്ചരിക്കാൻ പോകുന്നത് ഒരേ ദൂരമാണ്. രാമു 2 കേസിലും എന്താണ്? രാമുവിൻ്റെ വീട്. ഓക്കെ ആണല്ലോ. രാമുവിൻ്റെ വീട്ടിൽ നിന്നും രാമുവിൻ്റെ സ്കൂളിലേക്കാണ് രാമു പോകുന്നത്. ഓക്കെയാണ്. ഈ 2 കേസിലും രാമുവിൻ്റെ വീട്ടിൽ നിന്നും രാമുവിൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. ഓക്കെ ആണല്ലോ. വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 25 മിനിറ്റ് ലേറ്റ് ആകും. ഓക്കെ ആണല്ലോ. അപ്പോൾ രാമുവിൻ്റെ സ്പീഡ് 3 കിലോമീറ്റർ പെർ അവർ എന്നാണെങ്കിൽ 25 മിനിറ്റ് എന്താകും? താമസിച്ചേ ചെല്ലും. ഓക്കെ ആണല്ലോ. ഇതേ രാമു 4 കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 15 മിനിറ്റ് ഏർലി, നേരത്തെ എത്തും. ക്ലിയർ ആണ്? ഇവിടെ മാറാത്തത് എന്താണ്? ഈ 2 കേസിലും സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണ്. അത് മാറുന്നുണ്ടോടാ? ഇല്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ദൂരം കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ദൂരം കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഇതാണ്. ഇവിടെ പറയുന്ന സാധനം ഈ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് വേഗതകളുടെ ഗുണനഫലം, വേഗതകളുടെ പ്രൊഡക്റ്റ്, വേഗതകളുടെ ഗുണനഫലം ബൈ വേഗതകളുടെ വ്യത്യാസം ഇൻറ്റു സമയ വ്യത്യാസം. ഓക്കെ ആണല്ലോ. ഇവിടെ എല്ലാവരും വീഴുന്നത് ഈ സമയ വ്യത്യാസം എന്ന് പറയുന്ന ആശയത്തിലാണ്. എന്താണ്? ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ ആ ദൂരം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത്, ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വേഗതകളുടെ ഗുണനഫലം സ്പീഡിന്റെ പ്രൊഡക്റ്റ് ബൈ സ്പീഡിന്റെ ഡിഫറൻസ് ഇൻറ്റു ടൈം ഡിഫറൻസ്. സ്പീഡിന്റെ പ്രൊഡക്റ്റ് ബൈ സ്പീഡിന്റെ ഡിഫറൻസ് ഇൻറ്റു ടൈം ഡിഫറൻസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ D = വേഗതകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എന്തെന്ന് വരും? 4 എന്ന് വരും. അവയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 - 3 എന്ന് വരും. ഇൻറ്റു ഈ സമയ വ്യത്യാസം എഴുതാൻ വരട്ടെ. എന്താണ് അവിടെ ഒരു പ്രത്യേകത? ആദ്യത്തെ കേസിൽ 25 മിനിറ്റ് ലേറ്റ് ആവുകയാണ്. അപ്പൊ രണ്ടാമത്തെ കേസിൽ 15 മിനിറ്റ് ഏർലി ആവുകയാണ്. രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? ഞാൻ 25 മിനിറ്റ് ലേറ്റ് ആകുന്നു, ഞാൻ 15 മിനിറ്റ് നേരത്തെ വരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും 2 കാര്യങ്ങളാണ് അല്ലേടാ? തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന പോലെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി ശരിക്കും ഈ ആകെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുവാണ് ചെയ്യേണ്ടത്. എപ്പോഴാണ് കൂട്ടേണ്ടത്? ഒരിടത്ത് ലേറ്റ് ആവുകയും ഒരിടത്ത് ഏർലി ആവുകയും, അതായത് ഒരു സ്പീഡിൽ വൈകുകയും മറ്റൊരു സ്പീഡിൽ നേരത്തെ എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ സമയ വ്യത്യാസം എന്ന് പറയുന്നത് ഇവയുടെ തുകയാണ്. കാരണം ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. ലേറ്റ് ആവുക എന്ന് പറയുന്നത് നെഗറ്റീവ് ഒരു കാര്യമല്ലേ?
ലേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പോൾ ഞാൻ എന്താണ് ലേറ്റ് ആകുന്നതിനെ -25 എന്ന് എടുക്കുന്നു. നേരത്തെ എത്തുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു 15 - -25 സമയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 15 + 25 എന്ന് വരും. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം അത് പറഞ്ഞാണ്. ലേറ്റ് ആവുക എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആണ്. അപ്പോൾ എത്ര സമയമാണ് ലേറ്റ് ആവുന്നത്? 25 മിനിറ്റ് ലേറ്റ് ആകും. -25 എന്ന് കൊടുത്തു. നേരത്തെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് കാര്യമാണ്. 15 ആണ്. 15 മിനിറ്റ് നേരത്തെ എത്തുമ്പോൾ 15. സമയ വ്യത്യാസം എന്ന് പറയുമ്പോൾ 15 - -25 15 + 25 എന്ന് വരും. അത് രണ്ടും കൂടെ ചേരുമ്പോൾ എത്ര എന്ന് വരുന്നടാ? എത്ര എന്ന് വരും? ഇത് നമുക്ക് 25 10 35 40 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും 40 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എത്രയാണ് വരുന്നത്? ദാ നോക്കിക്കേ 3 × 4 × 40 എന്ന് വരും. അതായത് നമുക്ക് വരുന്നത് ഈ 40 എന്ന് പറയുന്നത് എന്താണ്? മിനിറ്റ് ആണ്. ഓക്കെ ആണല്ലോ? ആ ഒരു കാര്യം കൂടെ അതും കൂടെ ചെയ്തിട്ട് ഈ 40 ഇവിടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അത്യുത്തമം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ 40 എന്ന് പറയുന്നത് മിനിറ്റ് ആണ്. 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബാക്കിയെല്ലാം മണിക്കൂറല്ലേ? 40 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്ന് അറിയണം. 40നെ 60 കൊണ്ട് ഹരിച്ചാൽ അത്ര മണിക്കൂർ എന്ന് കിട്ടും. ഈ 0 0 വെട്ടിക്കളയാനായിട്ട് പറ്റും. ഈ 4 6 വെട്ടിക്കളയാനായിട്ട് പറ്റും. 2/3 മണിക്കൂർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ × 2/3 സമയ വ്യത്യാസം മാറിപ്പോകരുത്. എല്ലാവരും തെറ്റിച്ചത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ തെറ്റിച്ചവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വന്ന പാകപ്പിഴ 25 - 15 എന്ന് എഴുതിയിട്ട് 10 എന്നെഴുതി നേരെ അവിടെ സമയ വ്യത്യാസത്തിന് ഇവിടെ ഇട്ട് കൊടുത്തു. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒന്നാമത്തെ കേസ് നിങ്ങളിതിനെ ഇവിടെ സമയ വ്യത്യാസം 40 എന്ന് കിട്ടിക്കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ല. 40 മിനിറ്റ് എന്നതാണത്. 40 മിനിറ്റിനെ എന്തിലേക്ക് മാറ്റണം? മണിക്കൂറിലേക്ക് മാറ്റണം. കാരണം ഇവിടെ കിലോമീറ്റർ/അവർ ഉത്തരത്തിലെല്ലാം കിലോമീറ്റർ. അപ്പോൾ നമുക്ക് എന്താണ് മണിക്കൂറിലേക്ക് കിലോമീറ്ററിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മണിക്കൂറാണ്. മീറ്ററിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ആണ്. അപ്പോൾ കിലോമീറ്റർ കണ്ടാൽ മണിക്കൂറുമായിട്ട് ബന്ധപ്പെടുത്തിക്കോണം. അപ്പോൾ ഇവിടെ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40/60 മണിക്കൂറാണ്. 2/3 മണിക്കൂറാണ്. അപ്പോൾ ഇത് ഇനി ചെയ്യാനായിട്ട് പറ്റും. × 2/3 എന്ന് വരും. 3 വെട്ടിപ്പോകും. 4 × 2 8 എന്ന് വരും. 8 കിലോമീറ്റർ എന്ന് വരും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി എന്നതായിരിക്കും. ക്ലിയർ ആണേടാ? ക്ലിയർ ആണേ? നിങ്ങൾ പച്ചവെള്ളം പോലെ പഠിക്കേണ്ടത് ഏതാണ്? ഇതാണ്. അതായത് ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 2 വ്യത്യസ്ത സമയത്ത് അവിടെ എത്തുന്നു എങ്കിൽ ദൂരം കാണാൻ എന്താണ് സ്പീഡിന്റെ പ്രൊഡക്റ്റ് ബൈ സ്പീഡിന്റെ ഡിഫറൻസ് ഇൻറ്റു ടൈമിന്റെ ഡിഫറൻസ്. സ്പീഡിന്റെ ഗുണനഫലം ബൈ സ്പീഡിന്റെ വ്യത്യാസം ഇൻറ്റു സമയ വ്യത്യാസം. വേഗതകളുടെ ഗുണനഫലം ബൈ വേഗതകളുടെ വ്യത്യാസം ഇൻറ്റു സമയ വ്യത്യാസം. ക്ലിയർ ആണേടാ? സെറ്റാണേ? ശരി. അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു ഓട്ടോക്കാരന്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണെങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്രയായിരിക്കും? അയാളുടെ വേഗത മണിക്കൂറിൽ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് സമയം തന്നിരിക്കുന്നു 15 സെക്കൻഡ്. ഓക്കെയാണ്. ഇനി ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? അദ്ദേഹം സഞ്ചരിച്ച ദൂരം തന്നിരിക്കുന്നു 150 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 150/15 എന്ന് വരും. 10 മീറ്റർ/സെക്കൻഡ് എന്ന് വരും. 10 മീറ്റർ/സെക്കൻഡ് ആണ് ദൂരം എന്ന് പറയുന്നത്. ഈ 10 മീറ്റർ/സെക്കൻഡിനെ എന്തിലേക്കാക്കണം? കിലോമീറ്റർ/അവറിലേക്ക് ആക്കണം. ഞാൻ പറഞ്ഞു മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ വലിയവൻ വരണം. ഏതാണ്? 18/5 കൊണ്ട് ഗുണിക്കണം. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ? മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ വലിയവൻ വരണം. ന്യൂമറേറ്റർ ഒരു വലിയവനുള്ളത് 18/5. നിങ്ങളുടെ ആകെ കൺഫ്യൂഷൻ എന്താ? 5/18 ആണോ 18/5 ആണോ എന്നുള്ളതല്ലേ സംശയം. ആ സംശയം ദാ ഇവിടെ തീരുകയാണ്. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ വലിയവനെ കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് എഴുതാനായിട്ട് പറ്റും? 10 × 18/5 എന്ന് വരുന്നു. 10ഉം 5ഉം വെട്ടി 2 × 18 എന്ന് പറഞ്ഞാൽ 36 എന്ന് വരും. അപ്പൊ 36 km/h ആയിരിക്കും എന്ത് ഇതേ ഓട്ടോക്കാരൻ്റെ കിലോമീറ്ററിലും അവറിലുമുള്ള വേഗത എന്ന് പറയുന്നത്. ക്ലിയർ ആണേടാ? സെറ്റ് ആണേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 13/2024 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. തൊട്ട് മുമ്പത്തെ ഞാൻ പറയാൻ പറഞ്ഞത് 13/2024 ഡിഗ്രി ലെവലിന് വന്നിട്ടൊരു ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ശരി. അപ്പം ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ പരീക്ഷാ സമയത്ത് നമ്മുടെ കൈവിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ തെറ്റുന്നത്. ആ തെറ്റെന്ന് ശരിയാക്കുമ്പോഴത്തേക്കും സമയവും പോകും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. മണിക്കൂറിൽ 108 കിലോമീറ്ററിൽ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി
470 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 20 സെക്കൻഡ് സമയമെടുത്താൽ തീവണ്ടിയുടെ നീളം എത്രയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലൊരു ചോദ്യം ചെയ്തു. ഓക്കെ, പലർക്കും ഇപ്പോഴും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ദാ നോക്കുക, ഇതാണ് എൻ്റെ പാലം എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? അതായത് എന്താണ് ഇവിടെ പാലം, ദാ ഇതാണ് എന്ന് വിചാരിക്കുക. ഓക്കെ ആണെടാ, ഇതാണ് പാലം. ഓക്കെ, ഇനി എൻ്റെ തീവണ്ടി ദാ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? ഈ തീവണ്ടി, ഈ ട്രെയിന്, നമ്മൾ എപ്പോഴാണ് ഈ ട്രെയിൻ ഈ പാലത്തെ മുറിച്ച് കടന്നു എന്ന് പറയുന്നത്? ട്രെയിനിന്റെ എല്ലാ ബോഗികളും ഈ പാലത്തിനെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിന്റെ ഒരു ബോഗി ഇതാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയോ ഈ ഈ ട്രെയിൻ ഈ പാലത്തിനെ പൂർണ്ണമായി മുറിച്ച് കടന്നു എന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതാ ഇങ്ങനെ വരുന്ന ഈ ട്രെയിൻ ഇതിനെ കടന്ന് മുഴുവൻ ബോഗിയും കടന്നു പോയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പാലത്തിനെ മുഴുവനായി ഈ ട്രെയിൻ കടന്നു പോയി എന്ന് പറയുള്ളൂ. ഈ ഒരു ഐഡിയ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി ചോദ്യത്തിലേക്ക് വന്നേ. മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി, 470 മീറ്റർ നീളമുള്ള ഒരു പാലം. അപ്പൊ ഈ പാലത്തിന്റെ നീളത്തിനെ ഞാൻ, ബ്രിഡ്ജിന്റെ ലെങ്തിനെ BL എന്നും ട്രെയിനിന്റെ നീളത്തിനെ ഞാൻ TL എന്നും എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? ഇതാണ് എന്ത്, ആകെ ഈ രണ്ടിന്റെയും കൂടെ നീളം. അതായത് എന്താണ്, ഈ ട്രെയിനിന്റെ നീളം പ്ലസ് ഈ പാലത്തിന്റെ നീളം. അപ്പൊ നോക്കുക, മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 20 സെക്കൻഡ് എടുത്താൽ തീവണ്ടിയുടെ നീളം എത്ര? അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? നമുക്ക് സ്പീഡ് പറയുന്നുണ്ട് അല്ലേ? 108 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നുണ്ട്. 108 കിലോമീറ്റർ പെർ അവർ. ഇനി ഇവിടെ എന്താ അടുത്തത് എന്താ പറയുന്നത്? 470 മീറ്റർ. എടാ, ഇവിടെ കിലോമീറ്റർ ആണ്. പൊളിഞ്ഞേ 470 മീറ്റർ നീളമുള്ള പാലത്തിന്റെ ലെങ്ത് പറയുന്നുണ്ട് 470 മീറ്റർ. ഇനി എന്താ പറയുന്നത്? നീളമുള്ള പാലം കടക്കാൻ എടുക്കുന്ന ടൈം 20 സെക്കൻഡ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, കിലോമീറ്റർ പെർ അവറിനെ എന്താക്കുക, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. 108 ഇൻറ്റു കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ചെറുതുകൊണ്ട് ഗുണിക്കണം. അതായത് 5/18 കൊണ്ട് ഗുണിച്ചു. ഒരു കാരണവശാലും ഒരു കൺഫ്യൂഷനും വേണ്ട. 108ഉം 18ഉം വെട്ടിപ്പോകും. 6 തവണയാണ് അല്ലേ? 18 ഇൻറ്റു 6 ഞാൻ പറഞ്ഞതാണ്. 18ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. 18 ഇൻറ്റു 6 108. ഇനി 6 ഇൻറ്റു 5 എത്ര വരും? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പം ഈ ട്രെയിൻ 20 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ 20 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് 30 ആണ്, ടൈം 20 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 60 മീറ്റർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ 60 മീറ്ററിന്റെ പ്രത്യേകത എന്താണ്? 108 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് സമയമെടുത്തു. അപ്പൊ 20 സെക്കൻഡ് കൊണ്ട് 600 മീറ്റർ ഈ തീവണ്ടി സഞ്ചരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പാലം മുഴുവനായി കടന്നു എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ നീളം പ്ലസ് ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നതാണടാ 600 മീറ്റർ. ഇപ്പൊ മനസ്സിലാക്കുക, ഈ 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത കൊണ്ട് 20 സെക്കൻഡിൽ ഈ ട്രെയിൻ ഈ പാലത്തിനെ മുഴുവനായി മുറിച്ച് കടന്നു, മുഴുവനായി പാസ് ചെയ്തു പോയി, മുഴുവനായി കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പാലത്തിന്റെ നീളവും ഈ ട്രെയിനിന്റെ നീളവും ആണ് ഇത് സഞ്ചരിച്ച ആകെ ദൂരം ആയ 600 മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി പാലത്തിന്റെ നീളം എത്രയാന്ന് പറഞ്ഞിരിക്കുന്നു? 470 പ്ലസ് ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 600 ആണ്. അതിൽ നിന്നും ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 600 മൈനസ് 470 ആയിട്ടുള്ള എത്ര എന്ന് പറയാനായിട്ട് പറ്റും? 130 എന്ന് പറയാനായിട്ട് സാധിക്കും. 130 മീറ്റർ. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എന്നതായിരിക്കും. ക്ലിയർ ആണേടാ? സെറ്റാണ്. 130 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആണ്? സെറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു കാര്യം. 11/2024 ചോദിച്ച ചോദ്യമാണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എപ്പോഴും ഈ സാധനം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെയാണ് സാധാരണ എല്ലാ ഉദ്യോഗാർത്ഥികളും വീഴാറുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. 48 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ ഇവിടെ ഒരു സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 48 കിലോമീറ്റർ പെർ അവർ. ശരാശരിയിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട്, ടൈം പറയുന്നു 5 മണിക്കൂർ കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആകെ ദൂരം എന്ന് പറഞ്ഞാൽ ശരാശരി വേഗത ഇൻറ്റു സമയമാണ്.
എത്ര വരും? 48 × 5. മനസ്സിൽ കാണേണ്ടത് എങ്ങനെയാണ്? 40 + 8, 40 × 5 200, 5 40, 240 കിലോമീറ്റർ ആണ് അത് സഞ്ചരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഒരു ലോജിക്കിന്റെയും ആവശ്യമില്ല. കണക്ക് കൂട്ടാൻ സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങളെ കുഴപ്പിച്ചെന്ന് വന്നേക്കാം. പക്ഷേ ആൻസറിലേക്ക് എത്തുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. 1.6 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? അതായത് മൈലിനെ പറ്റി ഒരു വ്യക്തതയും ഇല്ലാതെ പോയ ഒരു വർഷം ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ച ഒരു ചോദ്യമാണിത്. വളരെ നിസ്സാരമായ ചോദ്യം. എല്ലാവരും പല പല ഷോർട്ട് കട്ടുകളും ഒരുപാട് വലിയ വലിയ കാര്യങ്ങളും പഠിച്ചു പോയപ്പോൾ അന്ന് കാറ്റഗറി നമ്പർ 245/2023 ചോദ്യം കണ്ട് എല്ലാവരും കണ്ണു തള്ളി. കാരണം മൈല് പഠിക്കാൻ മറന്നുപോയി. ഓക്കെ ആണല്ലോ. എന്ത് പറ്റി? അപ്പൊ മൈലിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. എപ്പോഴും ഈ ഒരു സാധനം മനസ്സിലാക്കുക. 1 മൈൽ എന്നാൽ 1.6 കിലോമീറ്റർ. 1 മൈൽ എന്നാൽ 1.6 km. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ ആണ്. അപ്പോൾ 1.6 കിലോമീറ്റർ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. കറക്റ്റ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ 1 മൈൽ എന്നാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1.609 കിലോമീറ്റർ ആണ്. നമ്മൾ ആവശ്യാനുസരണം സാഹചര്യത്തിന്റെ അനുസരണ പ്രകാരം നമ്മൾ പലപ്പോഴും അതിന് 1.6 എന്നാണ് എടുക്കാറ്. അപ്പൊ 1.6 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 1 മൈലാണ്. ചിലപ്പോൾ ഗസ് ചെയ്തവരൊക്കെ അവിടെ ശരിയാക്കി കാണും, അല്ലാത്തവർ കറക്കി കുത്താനും നിൽക്കില്ല. അപ്പൊ 1.6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മൈലാണ് എന്നുകൂടി പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ നോക്കിക്കേ. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ ട്രെയിനിന്റെ ശരാശരി വേഗത എത്ര? ഈ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയതിന്റെ കാരണം സാധാരണ ഒരു വിഭാഗം ആളുകൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ ചോദ്യത്തിന്റെ അകത്ത് ദൂരം കണ്ടാൽ ആ ദൂരത്തിനെ എല്ലാം കൂട്ടുക, അതായിരിക്കും ആകെ ദൂരം എന്നൊരു മിസ്കൺസെപ്ഷൻ എപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ 2 ദൂരങ്ങൾ കാണുമ്പോൾ ഇത് കൂട്ടാൻ പല ആളുകൾക്കും ഒരു പ്രവണതയുണ്ടാകും. പക്ഷേ അവിടെ നിങ്ങൾ വീഴും. ഈ കൂട്ടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 ദൂരങ്ങളും ഈ ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നവരാണ് എങ്കിൽ മാത്രമേ ആ 2 ദൂരങ്ങളെയും കൂട്ടാകുള്ളൂ. അങ്ങനെ വേണം ആ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ പഠിക്കാൻ. അല്ലാണ്ട് ചുമ്മാ 2 ദൂരം കണ്ടാ കൂട്ടുക, ഇനി 2 വേഗത ഒരേ ദിശയാണെങ്കിൽ കുറയ്ക്കുക, എതിർ ദിശയാണെങ്കിൽ കൂട്ടുക, അങ്ങനെ കുറെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ടത് ആ ചോദ്യത്തിൽ അവൻ ഇൻവോൾവ്മെന്റ് ഉണ്ടോ നോക്കുക. ഇവിടെ ആർക്കാണ് ചോദ്യത്തിൽ ഇൻവോൾവ്മെന്റ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നിങ്ങൾ ഈ 630 എന്നുള്ള മറന്നേ. ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ ട്രെയിനിന്റെ ശരാശരി വേഗത എന്ന് ട്രെയിൻ എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ചേർന്നിട്ടാണ്, അല്ലാണ്ട് ഒരു ബോഗി ചേർന്നിട്ട് ഞാൻ ട്രെയിൻ എന്ന് പറയോ? ഇല്ല, മുഴുവൻ ട്രെയിനും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ട്രെയിൻ എന്ന് വിളിക്കുന്നത്. മുഴുവൻ ബോഗികളും ചേർത്തിട്ടാണ് ട്രെയിന് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 630 ഇവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന ആകെ ദൂരം എത്രയാണ്? 810 കിലോമീറ്റർ ആണ്. ഇവിടെ വേറെ പാലമില്ല, ഒന്നും സാധനവുമില്ല കേട്ടോ. പാലത്തിനെ കടന്നു പോകുക എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ നീളത്തിനും കൂടെ അവിടെ റോൾ ഉണ്ട്. ഇത് മനസ്സിലാക്കിയ കേരള PSC മനഃപൂർവ്വം ആ ലോക്കിട്ട് ചോദിച്ച ചോദ്യമാണ്. കാരണം നമുക്ക് സാധാരണ ട്രെയിനിന്റെ ദൂരം കൂടെ ഇൻവോൾവ് ചെയ്യുന്ന എപ്പോഴാണ്? പോസ്റ്റിനെ കടന്നു പോകുമ്പോൾ, പാലത്തിനെ കടന്നു പോകുമ്പോൾ ഒക്കെ ട്രെയിനിന്റെ നീളം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. ഓക്കെ ആണല്ലോ. അല്ലാത്ത സാഹചര്യത്തിൽ ട്രെയിനിന്റെ നീളം നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആവശ്യമില്ല. എന്താണ്? ആകെ ദൂരം 810 കിലോമീറ്റർ. ഇനി ആകെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 9 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ആകെ ദൂരം എന്താണ്? ആകെ സ്പീഡ്, ആകെ ശരാശരി വേഗത എന്ന് പറയുന്നത് എത്രയാണടാ? ശരാശരി വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആകുന്നു. 810/9 എന്ന് വരുന്നു. അതായത് എത്ര എന്ന് വരും? 90 km/h എന്ന് വരും. അതായത് ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ. ഈ ട്വിസ്റ്റ് ആണ് നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്കിതാ ടൈം ആൻഡ് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കുറേ ഇന്ന് ഡിസ്കസ് ചെയ്തു. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഫയർ ഇമോജിയോ എന്തെങ്കിലും ഒരു സ്മൈലി ഒന്ന് കമന്റ് ചെയ്യണേടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം അടുത്ത ക്ലാസ്
ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ക്ലാസ്സുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ സൂപ്പർ നോട്ട്സിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുപോലെയുള്ള കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ക്ലാസ്സുകൾ, അതുപോലെ PSC റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള നോട്ടുകളും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ കിട്ടും. ഏറ്റവും മനോഹരമായി പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടുക തന്നെ ചെയ്യും. എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ടാറ്റ. ഇറ്റ്സ് യുവർ ബിജേഷ് സൈനിങ് ഓഫ്.